ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2. മൈജി മഹാ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി ഇപ്പോൾ കേരളത്തിലുടനീളം. നിങ്ങളുടെ നിയറസ്റ്റ് മൈജി ഷോറൂമിൽ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യും. അഭിനേതാക്കൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത സ്ഥലമാണ്. ഒത്തിരി പേർ അവരുടെ ഊഴത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അടുത്തതായി നിവേദ അല്ലേ മോളെ? നിവേദനെ സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ കയ്യടി. എവിടെയാണ് സ്ഥലം നിവേദന? മുട്ടം. അഭിനയിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല. എത്ര ഷോർട്ട് ഫിലിം ചെയ്തു? ഇല്ല, ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഇറങ്ങിയിട്ടില്ല എന്നാണോ? ചെയ്തിട്ടില്ല. ആക്ഷൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് 150 നിലപ്പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിവാസത്തിൻ്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ ഉള്ളിലെ കവിയെ അല്ല കൊലപാതകയെ കാണേണ്ടി വരും. വണ്ടർഫുൾ. എങ്ങനെ സാധിച്ചു? ഹാർഡ് വർക്ക്. ഇതുവരെ വന്ന് പറഞ്ഞവരെല്ലാം പറഞ്ഞ് കേട്ട് കൃത്യസ്ഥമാക്കി അല്ലേ? എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. നല്ലൊരു കൈ കൊടുക്കും നിവേദയ്ക്ക്. ചെന്നോ, പെട്ടെന്ന് വന്നു, കാര്യം തീർക്കുക, പോവുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കിടിലൻ അഭിനേതാവുണ്ട്, വർഷയെ സ്വാഗതം ചെയ്യാം. നോട്ട് ദ പോയിന്റ്. ഇതും മിക്കവാറും അതിലും കിടിലായിട്ട് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ നിവേദയുടെ തൊട്ടിപ്പുറത്താണ് നിന്നത്. നിവേദയാണ് ട്രെയിൻ ചെയ്തത് അല്ലേ? അല്ല, ഏതാ സ്ഥലമൊന്നുമല്ല അറിയാണ്ടാണ് കൊച്ചി നിൽക്കുന്നത്. എവിടെ സ്ഥലം? ആലപ്പുഴ കൊമ്മാടി ബൈപ്പാസിൻ്റെ അടുത്ത്. പിൻ നമ്പർ അല്ല, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ആവശ്യം ബാക്കി കൂടെ പറയുന്നു. അഭിനയിച്ച് നോക്കാം. ആക്ഷൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല. പറഞ്ഞോട്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നിലപ്പൊക്കം വരും. അതിലേക്ക് നിന്റെ തോന്നിവാസത്തിൻ്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ എൻ്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകയെ നീ കാണേണ്ടി വരും. കൊലപാതകി എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലായില്ല. കൊലപാതകയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മറന്നുപോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നിലപ്പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിവാസത്തിൻ്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി നിന്റെ തോന്നിവാസത്തിൻ്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി എത്ര ഫ്ലൈറ്റ് ഉണ്ട് മൊത്തം? തകർത്ത് തരിപ്പണമാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ എന്നുള്ളിലെ കവിയല്ല കൊലപാതകയെ കാണേണ്ടി വരും. ഇവിടെ ഞെട്ടിക്കോളൂ. താങ്ക്സ്. നല്ലൊരു കേട്ട് കൊടുക്കാൻ വർഷയ്ക്ക്. ചെന്നോ, സ്ലോ മോഷൻ പോണേ. അടുത്തതായി വളരെ കഴിവുള്ള ഒരു കലാകാരി നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഷാഫിനെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. ഷാഫിനയുടെ പുറത്ത് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഫ്രണ്ട്സിന്. അവർക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും, എനിക്കറിയില്ല. ഷാഫിനെ വേറൊന്നും പറയില്ല, കാര്യം മനസ്സിലിങ്ങനെ മറ്റേ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ സ്ഥലം? കായംകുളം. ടൗണിൽ തന്നെ? അല്ല, രണ്ടാം കുറ്റി വരെ പോകണം. പറഞ്ഞു നോക്കാം ഡയലോഗ്. ആക്ഷൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്ര കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ ഉള്ളിലെ കവിയല്ല കലാകാരനെ കാണേണ്ടി വരും, കൊലപാതകയെ കാണേണ്ടി വരും. സോറി. എന്താണ് ഇവിടെ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ ഉള്ളിലെ കലാകാരനെ കണ്ടു, കലാകാരിയെ കണ്ടു, കവിയെ കണ്ടു, കൊലപാതകയെ മാത്രം കണ്ടില്ല. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്ര കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകയെ നീ കാണേണ്ടി വരും. നല്ലൊരു കൈഡി കൊടുക്കാം കേട്ടോ. അടുത്തതായി ഒരു മഹാനടൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പേരെന്തായിരുന്നു? ഗുരുദേവിനെ. ശരിക്കും ഗുരുദേവ് എന്നാണോ പേര്? അങ്ങനെ തന്നെ. പിന്നെ വേറെന്താ പറഞ്ഞല്ലോ? റെമോയോ? അത് ഇവന്റെ പേര് പറഞ്ഞു. ആ പുള്ളിയുടെ പേര്. ഓ, വേണമെങ്കിൽ പുള്ളി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? ഓക്കെ. ഗുരുദേവിന്റെ സ്ഥലം എവിടെയാണ്? ഹരിപ്പാട് തന്നെയാണ്. നടന്നാണ് വരുന്നത് ഇങ്ങോട്ട്? കൂട്ടുകാരൻ്റെ കൂടെ വരും. കൂട്ടുകാരൻ നടന്നാൽ അളിയനും നടക്കും, അങ്ങനെയല്ലേ? ആണ്. പോയി റിലേ പോയി. ആക്ഷൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പഠിത്തുണർത്തിയ സാമ്രാജ്യത്തിൻ്റെ കെട്ടിടത്തിന് അതായത്
തെലുങ്ക് പടമൊക്കെ കണ്ട പോലെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പണിത്തുടത്തിൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നിലപ്പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിവാസത്തിൻ്റെ ഫ്ലൈറ്റ് ഓടിച്ച് കയറ്റാനാണ് ഭാവമെങ്കിൽ, ഫ്ലൈറ്റ് ഒടിച്ച് കയറ്റിയാൽ ഓടിച്ച് കയറ്റി ഞാനാണ് ഭാവമെങ്കിൽ എൻ്റെ ഉള്ളിലെ കവിയെ അല്ല കലാകാരനെ നീ കാണേണ്ടി വരും. എൻ്റെ ഉള്ളിലെ കവിയേക്കാൾ വൃത്തിയായിട്ടൊരു കലാകാരനുണ്ടെന്ന് താങ്കൾക്കറിയാമോ? എൻ്റെ ഉള്ളിലെ കവിയെ അല്ല കൊലപാതകയെ നീ കാണേണ്ടി വരും. താങ്ക്സ്. ഹലോ. അടുത്തതായി ഒരു സ്വഭാവ നടൻ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. സ്വഭാവം എന്താണെന്ന് വരുമ്പോൾ അറിയാം. റിനുവിനെ സ്വാഗതം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. കയ്യടി. റിനുവിൻ്റെ സ്ഥലം എവിടെ? നിരണം. അതെവിടെയായിട്ട് വരും? നമ്മുടെ തിരുവല്ല പോകുന്ന റൂട്ട്. തിരുവല്ല പോകുന്ന റൂട്ട്. ഓക്കെ. ആക്ഷൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടർത്തുർത്തിയ എൻ്റെ കെട്ടിടത്തിൻ്റെ എന്താണ് പടർന്നത്? ആക്ഷൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് കടുത്തുരുത്തിയോ? അത് എറണാകുളത്തുള്ള സ്ഥലമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടർത്തുർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടർത്തുയർത്തിയ എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഇഷ്ടികകൾ ഓരോന്നായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടത്തുരുത്തി എൻ്റെ അഭിമാനത്തിൻ്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 കിലോ 110 പലചരക്കടയിൽ പോയ കഥയല്ല പറയാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടത്തുരുത്തി എൻ്റെ അഭിമാനത്തിന് കെട്ടിടത്തിന് ഏതാണ്ട് 110 കിലോ പൊക്കം വരും. അതിലേക്ക് നിന്റെ തോന്നിവാസത്തിന് ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റാണെങ്കിൽ ശ്രമമെങ്കിൽ എൻ്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകം നീ അറിയേണ്ടി വരും. ഒറ്റ ശ്വാസത്തിൽ പറയാം. ഒന്നുകൂടി പറയാൻ പറഞ്ഞാൽ തലയിറങ്ങി വീഴും. പോലെ കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു കൈയോടെ പറയുന്നവന്. എന്തായാലും എല്ലാവരും കെട്ടിടം പടുതുയർത്തുന്ന ആ ഒരു സമയത്ത് നിന്ന് നമുക്കൊന്ന് വിശ്രമിച്ചിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.